വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്നലെ നമ്മൾ ഭഗവാന്റെയും സുധാമ ബ്രാഹ്മണന്റെയും ബന്ധം ചർച്ച ചെയ്തു. വൈകുന്നേരം ശിശുപാലനെ കുറിച്ച് ചർച്ച ചെയ്തു. ശിശുപാലൻ ഏത് സ്വഭാവത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? മത്സര്യം, അസൂയ. 6 കളങ്കങ്ങളുണ്ട്. കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യം. ഇതിൽ 5 എങ്ങനെയെങ്കിലും ഭക്തിയിൽ കൊണ്ടുവരാൻ സാധിക്കും. കാമക്രോധ മോഹ ലോഭ, അത്യാർത്തി, കാമം, ദേഷ്യം, ഇതും കൂടെ എങ്ങനെയെങ്കിലൊക്കെ ഭക്തിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഭക്തിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരേ ഒരു സ്വഭാവം ഏതാണ്? അസൂയ. ഏതൊരു വ്യക്തിയും ഭഗവാന്റെ ലീലകൾ, ഗുണം, കഥകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധി ഉണ്ടാകും. പക്ഷേ അസൂയ ഉള്ള ഒരാളാണ് കേൾക്കുന്നെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടാവുകയില്ല. അസൂയ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ രാവിലെ ചർച്ച ചെയ്യാൻ പോകുന്നത് സേവനം, ലക്ഷ്മി ദേവി, രുക്മിണി ദേവി, ഇവരുടെ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സേവനം. അത ശ്രീകൃഷ്ണ നാമാദി നവവേ ഗ്രാഹ്യം ഇന്ദ്രിയൈ സേവോന്മുഖേ ഹി ജിഹ്വാദോ സ്വയം ഏവ സ്ഫുരത്യത. സേവനം. നാവിലിരുന്നാണ് സേവനങ്ങൾ തുടങ്ങുന്നത്. നാവിലിരുന്ന് എങ്ങനെയാ സേവനം ചെയ്യുക? ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും പിന്നെ 2ാമത്തെ സേവനം പ്രസാദം. അത് നമ്മളെല്ലാവരും കൃത്യം ചെയ്യാറുണ്ട്. അത് കറക്റ്റ് നടക്കാം. നാമജപം, അവിടെ ഇരുന്നാണ് സേവനം തുടങ്ങും. അത ശ്രീകൃഷ്ണ നാമാദി, നാമം തൊട്ട് തുടങ്ങും. നവവേ ഗ്രാഹ്യം ഇന്ദ്രിയൈ സേവോന്മുഖേ ഹി ജിഹ്വ ആദൗ. തുടക്കം എവിടെ നിന്നാണ്? ജിഹ്വ, നാവിലിരുന്നാണ് സേവനം തുടങ്ങുന്നത്. അതായത്
ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അവിടെ സേവനം ഉണ്ടായി. ആദ്യം ആ വ്യക്തിയെ തിരിച്ചറിയണം, പിന്നെ ആ വ്യക്തിയെടുത്ത് ഒരു ബന്ധം വളർത്തണം. ആ ബന്ധം വളർത്തണമെങ്കിൽ അവിടെ സേവനം വേണം. ഇപ്പൊ നമ്മളൊരു പെൺകുട്ടിയെടുത്തോ ഒരു യുവാവിൻ്റെ അടുത്തോ പറയാം, ഇന്ന നാട്ടില് ഒരാളുണ്ട്, അദ്ദേഹത്തിനെയാണ് നിനക്ക് വിവാഹത്തിനായി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ അവര് ചോദിക്കും, എന്താ ആളുടെ പേര്? അറിയില്ല. കാണാൻ എങ്ങനെ ഉണ്ടാകും? അറിയില്ല. എന്തുവരെ പഠിച്ചിട്ടുണ്ട്? അറിയില്ല. എന്താ ജോലി വല്ലതുണ്ടോ? അറിയില്ല. ഒന്നുമേ ഒരു ഇൻഫർമേഷനും നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ വിവാഹത്തിന് തയ്യാറാകുമോ? തയ്യാറാവില്ലേ? അതേപോലെ നമ്മൾ ഫസ്റ്റ് ഭഗവാനെ തിരിച്ചറിയണം. കാരണം ഈ പ്രപഞ്ചത്തില് തൃപ്തികരമായ ഒരു ബന്ധം നമുക്ക് ഈശ്വരനോട് മാത്രമേ വച്ച് പുലർത്താൻ പറ്റുള്ളൂ. എല്ലാവർക്കും ബന്ധുക്കളുണ്ട് അല്ലെ? ഇവിടെ കൂടിയിരിക്കുന്നവർക്കൊക്കെ മക്കളുണ്ട്, മരുമക്കളുണ്ട്, ചെറുമക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മറ്റ് ബന്ധുക്കളെല്ലാം ഉണ്ട്. ആരെങ്കിലും ഒരു വ്യക്തി അവരുടെ ഭൗതിക കുടുംബ ബന്ധങ്ങളിൽ 100% ഞാൻ തൃപ്തനാണ്, കാരണം എൻ്റെ ജീവിത പങ്കാളി ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന മുമ്പേ അത് മനസ്സിലാക്കി എല്ലാം ചെയ്തു തരും, അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടോ? ഉറപ്പാണ്. 100% തൃപ്തികരമായ ഒരു ബന്ധം 80% അതും ഇല്ല. 60 ഭഗവാന്റെ അടുത്ത് മാത്രമേ തൃപ്തികരമായ ഒരു ബന്ധം ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം കണ്ണും കൂട്ടി ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടതിന് ശേഷം പ്രതീക്ഷിക്കും, പ്രതീക്ഷിച്ചാൽ നിരാശയുണ്ടാകും, നിരാശ ദുഃഖത്തിൽ ചെന്ന് അവസാനിക്കും. ഗീതയിൽ കൃഷ്ണ ഭഗവാൻ വളരെ ഗവേഷണം നടത്തി സ്റ്റെപ്പായിട്ട് പറയാണ്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സഞ്ജായതേ കാമാത് ക്രോധോത് വിജായതേ. ആദ്യം പെൺകുട്ടി എങ്ങനെ ആയാലും കുഴപ്പമില്ല, കറുത്തതോ വെളുത്തതോ പൊക്കം കൂടിയതോ കുറഞ്ഞതോ എല്ലാം സമ്മതമാണ്, കിട്ടിയാ മതി. അപ്പൊ അറ്റാച്ച്മെന്റ് ആയി. അത് കഴിഞ്ഞ് പ്രതീക്ഷകൾ ഒരുപാട് പ്രതീക്ഷിക്കും. അങ്ങനെ ആയിരിക്കണം എൻ്റെ ജീവിത പങ്കാളി, ഇങ്ങനെ വേണം, അങ്ങനെ വേണം എന്ന ഈ പ്രതീക്ഷിക്കുന്നതിന് ഒരംശം പോലും കാണത്തില്ല. സംഗസ്തേഷു ഉപജായതേ സഞ്ജായതേ കാമാത് ക്രോധോ വിജ. പിന്നെ പ്രതീക്ഷകൾ, പിന്നെ അവിടെ അറ്റാച്ച്മെന്റ്, പിന്നെ നിരാശ, വേദന, ദുഃഖം. നിരാശയുണ്ടോ റിലേഷൻഷിപ്പില്? കുടുംബാംഗങ്ങളുടെ ഇടയിൽ ആർക്കുമില്ല. നിരാശകളുണ്ടാവും. നിരാശ എന്തിനാണ്? പ്രതീക്ഷയുണ്ടെങ്കിൽ നിരാശയുണ്ടാവും, പ്രതീക്ഷിക്കാതിരുന്നാൽ നിരാശയുണ്ടാവില്ല. നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും, എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ കുതിരപ്പുറത്ത് വരും, സ്വർഗലോകത്തിൽ നിന്ന് ഇറങ്ങി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പ്രതീക്ഷിക്കും, നിരാശയുണ്ടാകും. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാന്ന് വെച്ചാൽ സേവനം അനുഷ്ഠിക്കുക, സഹായങ്ങൾ ചെയ്യുക, സേവിക്കുക, സേവനം ചെയ്യുക. അതിൽ കൂടെ ഏത് മോശപ്പെട്ട ഒരു റിലേഷൻഷിപ്പും ശരിയാണ്. നിരന്തരം നമ്മളെ ഒരാൾ സഹായിച്ചുകൊണ്ടേയിരുന്നാൽ, ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുമെങ്കിൽ നമുക്ക് അവരെടുത്ത് ഒരു പ്രത്യേക സ്നേഹം തോന്നും. അപ്പോ ഇപ്പൊ എനിക്ക് എൻ്റെ മകളെ ഇഷ്ടമാണ്, മകനെ ഇഷ്ടമാണ്, കുഞ്ഞിനെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് ദിവസം രാവിലെ എണീറ്റിട്ട് ആ കുട്ടിയെ, കുഞ്ഞിനെ കണ്ടിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ മതിയോ? അതിന് കഴിക്കാൻ കൊടുക്കണം, ആ കുഞ്ഞിനെ സംരക്ഷിക്കണം,
അതിന് വിദ്യ കൊടുക്കണം, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. ആ സേവനത്തിൽ കൂടെയാണ് ഒരു മനുഷ്യന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അല്ലേ? ഇപ്പൊ മോളുടെ ബർത്ത്ഡേ ആണെങ്കിൽ അച്ഛനമ്മ എന്ത് ചെയ്യും? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുമോ? എന്ത് ചെയ്യും? ഡ്രസ് വാങ്ങിച്ചു കൊടുക്കും, കേക്ക് വാങ്ങിച്ചു കൊടുക്കും, അത് വാങ്ങിച്ചു കൊടുക്കും. എന്താ പേര്? ബ്ലൂ ടീഷർട്ട്. പേരെന്താ? ഗൗരി. എപ്പോഴാ ബർത്ത്ഡേ? അറിയില്ലേ? ബർത്ത്ഡേ അറിയില്ലേ? മോളുടെ ബർത്ത്ഡേ എപ്പോഴാണ്? ജൂലൈയിലാ? ആണോ? ഡ്രസ്സ് കിട്ടിയോ? പുതിയ ഡ്രസ്സ് കിട്ടുമോ? കിട്ടൂല. അയ്യേ, വീട്ടിൽ അടി ഉണ്ടാക്കണം, കരയണം. പുതിയ 2 എണ്ണം വേണം. കിട്ടോ? അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കുന്നത് സേവനത്തിൽ കൂടെയാണ്. അപ്പൊ ഒരാൾക്ക് കൃഷ്ണനെ ഇഷ്ടം, എനിക്ക് ഭഗവാൻ, ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് ഭഗവാനെ ഇഷ്ടമാ എന്നൊക്കെ പറയും. എത്ര മാല ജപിച്ചു? 1 മാലയും ജപിച്ചില്ല. അപ്പൊ അത് യഥാർത്ഥ സ്നേഹമാണോ? കൃഷ്ണ ഭഗവാൻ പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ, താങ്കൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ആദ്യം അനുസരിക്കണം. എന്താണ്? യജ്ഞാനാം ജപയജ്ഞോസ്മി. തുടങ്ങുന്നത് നാമജപത്തിൽ കൂടെയാണ്. അപ്പൊ ഭക്തൻ എന്ന് പറഞ്ഞാൽ, ഭക്ത എന്ന് പറഞ്ഞാൽ അവർ കൃത്യം നാമജപം ചെയ്യുന്നവരായിരിക്കണം. ഭഗവാന് വേണ്ടി പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. എത്ര പേര് പണ്ഡരീപുരം പോയിട്ടുണ്ട്? പണ്ഡരീപുരം കുറച്ച് പേര്, 2-3 പേരെ പോയിട്ടുണ്ട്. ചിന്മയി പ്രോ പോയിട്ടില്ല പണ്ഡരീപുരം? അയ്യോ, ലൈഫ് വേസ്റ്റ് ആണ്, പോണം. ഒരു വിചിത്രമായ ക്ഷേത്രമാണ് ഭാരതത്തില്. അമ്പലത്തിനകത്ത് കയറിപ്പോയി വിഗ്രഹത്തിനെ തൊടാൻ അനുവാദമുള്ളത് പണ്ഡരീപുരത്തിൽ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിട്ട് ഗുരുവായൂരമ്പലം പോയി പിടിക്കാൻ പറ്റുമോ? അടി കൊടുത്ത് ഓട്ടിച്ചു വിടും. അത് മാത്രമല്ല, അമ്പലം മുഴുവനും കഴുകി എല്ലാം പുണ്യാഗമൊക്കെ ചെയ്ത് അടുത്ത് 2-3 മണിക്കൂർ അമ്പലത്തില് വൃത്തിയാക്കി. നമ്മളെ അടുപ്പിക്കത്തില്ല, അല്ലേ? പക്ഷെ ഭാരതത്തിൽ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. തൊഴാൻ പോകുന്നവർക്കെല്ലാം ഭഗവാനെ തൊടാം. പണ്ഡരീപുരം. അവിടെ വന്ന് കൃഷ്ണൻ ബാലനായ നിൽക്കുന്ന, കുഞ്ഞായിട്ട് നിൽക്കും. അരയിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് മാറൊക്കെ ഉയർത്തി, തലയൊക്കെ ഉയർത്തി, അങ്ങനെ ഒരു പ്രത്യേക, സാധാരണ അമ്പലങ്ങളിൽ കൃഷ്ണൻ ഇങ്ങനെയൊക്കെയല്ലേ നിൽക്കുക. അവിടെ കൃഷ്ണൻ കുറച്ച് വിചിത്രമായ അരയിൽ കൈയൊക്കെ വെച്ച് ഇങ്ങനെ തലയൊക്കെ തൂക്കി നിൽക്കും. തൊട്ടടുത്ത് രുക്മിണിയുണ്ട്. അവിടെ കൃഷ്ണനെ വിഠോബ എന്നാ പറയാ, രുക്മിണി വിഠോബ. അപ്പൊ ഇങ്ങനെ അരയിൽ കൈയൊക്കെ വെച്ചിട്ട്, പിന്നെ എല്ലാവർക്കും ചെന്ന് കാലിൽ പിടിക്കാം, കാലിൽ ആലിംഗനം ചെയ്യാം, കാലിനെ തൊടാം. 100 വർഷങ്ങളായി ആൾക്കാർ ചെന്ന് തൊട്ട് ആ മണ്ഡപമെല്ലാം കുഴിയായി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവരൊരു മുളയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, എന്നാലും അകത്ത് പോവാൻ. അങ്ങനത്തെ ഒരു ക്ഷേത്രമാണ് എവിടെ? പണ്ഡരീപുരം, മഹാരാഷ്ട്ര, പണ്ഡർപൂർ, രുക്മിണി വിഠോബ ക്ഷേത്രം. അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേക ഐതിഹ്യം എന്താന്ന് വെച്ചാൽ, പോകുന്നവരെല്ലാവരും സേവനം ചെയ്യുന്നത്. എന്താണ് സേവനം? അവിടെ കീർത്തന മണ്ഡപം എന്നൊരു മണ്ഡപമുണ്ട്, ഒരു വലിയ ഹാളുണ്ട്. അവിടെ 24 മണിക്കൂറും ആൾക്കാർ ഇങ്ങനെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കും. പാണ്ഡുരംഗഹാരി ജയ് ജയ് പാണ്ഡുരംഗഹാരി ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. രാമകൃഷ്ണ ഹരി ജയ് ജയ് പാണ്ഡുരംഗഹാരി, അവരുടെ ഒരു പ്രത്യേക കീർത്തനം. അപ്പൊ അവിടെ 80-90 വയസ്സ് തൊട്ട് 2-3 വയസ്സ് കുട്ടികളുള്ളവരെ അവിടെ പോയിട്ട് ഹാളിൽ കുറച്ച് ഡാൻസ് ചെയ്യും. അത് അവിടുത്തെ ചടങ്ങാണ്. ഭഗവാനെ തൊഴുതിട്ട് ഇപ്പുറത്ത് ഹാളിൽ വന്ന് ഡാൻസും ചെയ്തിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പൊ എല്ലാവരും അവിടെ പോയിട്ട് എന്താ പറയുക, ഈ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വട്ടം അടിക്കും. 80-90 വയസ്സ് ആൾക്കാർ അവിടെ വന്ന് 2 ഡാൻസ് ഒക്കെ കളിച്ചിട്ടേ പോകുള്ളൂ. അവിടത്തെ സേവനം എന്ന് പറയുന്നത് ഭഗവാന് ഡാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ
സേവനത്തിൽ കൂടെയാണ് നാം ഭഗവാനോടുള്ള പ്രീതി വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലക്ഷ്മിദേവി സദാസമയവും എന്ത് ചെയ്യും? പാദസേവനം ചെയ്തുകൊണ്ടേയിരിക്കും. പാദസേവനം ചെയ്യുന്നത് വിനയത്തിൻ്റെ കൂടെ ഒരു പ്രതീകമാണ്. ക്ഷേത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഒരു അമ്പലത്തിൽ കയറിപ്പോയാൽ ആദ്യം ഭഗവാന്റെ ഏത് ഭാഗമാണ്, ഏത് അംഗമാണ് കാണേണ്ടത്? അമ്പലത്തിൽ ചെന്നാൽ ഫസ്റ്റ് എവിടെയാണ് നോക്കേണ്ടത്? പാദത്തിൽ. ആദ്യം പാദം, പാദം തൊട്ട് മുട്ട്, അരക്കെട്ട്, മാറ്, തിരുമുഖം. ഭഗവാന്റെ മുഖത്ത് അവസാനം വേണം നോക്കാൻ. ഭഗവാൻ അതും ഭഗവാന്റെ നേരെ നിൽക്കാൻ പാടില്ല, കുറച്ച് സൈഡിൽ നിന്ന് വിനയത്തോട് തലയൊക്കെ കുനിഞ്ഞ് പാദം തൊട്ട് വേണം ഭഗവാനെ കാണാൻ. കുന്തി മഹാറാണി സ്തുതിക്കുന്നുണ്ട് ഭഗവാന്റെ സൗന്ദര്യം. നമ പങ്കജ നാഭായ നമ പങ്കജ മാലിനേ നമ പങ്കജ നേത്രായ നമസ്തേ പങ്കജാന്തേ. ഭഗവാന്റെ അരക്കെട്ട്, പാദങ്ങള്, കണ്ണ് എല്ലാം താമര പുഷ്പം പോലെ ഉണ്ടാകും എന്നാ പറയുന്നത്. അപ്പൊ ലക്ഷ്മിദേവി വിനയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിനയം. ഭാഗവതത്തിൽ ഒരു അധ്യായമുണ്ട്, നാരദ മഹർഷിയുടെ ഒരു ദിവസം എന്നൊരു അധ്യായമുണ്ട്. അതായത് ഇപ്പൊ ടി വിയിൽ ഫോണിലൊക്കെ ആൾക്കാർ പറയും, എൻ്റെ ഒരു ദിവസം ഞാൻ രാവിലെ പല്ല് തേക്കണത്, കുളിക്കുന്നത്, ഡ്രസ്സ് ഇടുന്നത്, തിന്നുന്നത്, അതൊക്കെ കാണിക്കും. അത് കാണാൻ 100 കൂട്ടം ആൾക്കാരുണ്ട്. സിനിമാ നടന്മാർ രാവിലെ പല്ല് തേക്കണത്, പട്ടിയെ കുളിപ്പിക്കുന്നത്, അതിൻ്റെ കൂടെ വാക്കിംഗ്, അതൊക്കെ കാണാൻ ആരാധകരുണ്ട്. ഭഗവാനെ ഒരു ദിവസം കാണാൻ നാരദ മഹർഷി പോയി, ദ്വാരകയിൽ പോയി. അതായത് അർക്ക എന്ന് വെച്ചാൽ സൂര്യൻ, ദ്വാർ എന്ന് വെച്ചാൽ കവാടം. ആ ജ്ഞാനം, പരമസത്യത്തിലേക്കുള്ള കവാടം എന്നാണ് ദ്വാരക എന്ന പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ പരമസത്യത്തിലേക്കുള്ള കവാടത്തിൽ കയറിപ്പോയാൽ വീണ്ടും ഭൂമിയിൽ ഒരു സൂര്യോദയം കാണേണ്ടി വരില്ല. അതാണ് ദ്വാര. അർക്ക എന്ന് വെച്ചാൽ സൂര്യൻ, ദ്വാർ എന്ന് വെച്ചാൽ പാദം. ഒരിക്കൽ കൂടെ ഭൂമിയിൽ ഒരു സൂര്യോദയം കാണേണ്ടി വരില്ല. എവിടെ പോയാല്? ദ്വാരകയിൽ പോയാൽ. അതിന്റെ അർത്ഥം എന്താണ്? ദ്വാരകയിൽ ചെന്ന് ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പുനർജന്മം, വീണ്ടും ഒന്ന് ജനിക്കേണ്ടി വരില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും ഒന്നും കൂടെ ചെമ്പുച്ചിറയിൽ ജനിക്കാൻ താല്പര്യമുണ്ടോ? ഒന്നും കൂടെ ഈ നാട്ടിൽ ജനിക്കാൻ എത്ര പേർക്ക് താല്പര്യം? ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ആണോ? ഒന്നും കൂടെ ജനിക്കണം. ശരി, അതേ ഭർത്താവിനെ കിട്ടിയാൽ മതിയോ? അത് വേണ്ട. റിപ്പീറ്റ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ ദ്വാരക, ആ കവാടത്തിൽ കൂടെ കയറിയാൽ പരമസത്യം, പുനർജന്മമില്ല. അപ്പോ ഒരു ദിവസം നാരദ മഹർഷി അവിടെ ചെന്നു. ശ്രീകൃഷ്ണ ഭഗവാന് എത്ര പത്നിമാരാണ്? 3 10. ഒന്നും കുറയ്ക്കണ്ട, 16,108 പത്നിമാർ. അതിൽ 8 പേര് മാത്രമേ കൃഷ്ണ ഭഗവാൻ വിവാഹം കഴിച്ചിട്ടുള്ളൂ. ബാക്കി 16,100 ഭഗവാൻ ആശ്രയം കൊടുത്തതാണ്. നരകാസുരന്റെ ബന്ധനത്തിലുണ്ടായിരുന്നു. നരകാസുരനെ വധിച്ച് 16,100 രാജകുമാരിമാരെ മോചിപ്പിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ അഭയമില്ല. ഈ 16,100 രാജകുമാരിമാരും സാധാരണ വ്യക്തികളല്ല. മുൻജന്മത്തിൽ അവർ യോഗിമാരും ഋഷിവര്യന്മാരും കൃഷ്ണനേവ ശരണം, ഭഗവാനേ ശരണം എന്ന് പല തരത്തിൽ തപസ്യ ചെയ്തവരായി 16,100 പേര്. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട്. അതിൽ നമുക്ക് എല്ലാവരെയും അറിയില്ല, ഒരുപാട് പേരുണ്ട്. അതിൽ ഒരു കഥയാണ് ബഹുല എന്ന് പറയുന്ന ഒരു പശു. അത് നിങ്ങൾ കുട്ടിക്കാലത്ത് നിങ്ങളുടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഒരു പശു. ആ പശുവിടെ പേര് ബഹുല. ഈ പശു സന്ധ്യ ആയപ്പോ പുല്ലെല്ലാം ഇത് ചെയ്തിട്ട് പുല്ല് മേഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. മൃഗങ്ങളൊക്കെ അങ്ങനെയാണ്. എത്ര പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ജീവികളാണെന്നറിയോ? സൂര്യൻ അസ്തമിക്കുമ്പോ നമ്മൾ ഒന്നും ചെയ്യണ്ട, കോഴി താനേ കൂട്ടിനകത്ത് വന്ന് കയറും, അല്ലേ? പശുക്കൾ താനേ അതിന്റെ തൊഴുത്തിൽ കയറി നിൽക്കും.
ആട് മാട് എല്ലാ മൃഗങ്ങളും, ഈ വന്യമൃഗങ്ങൾ പോലും, സിംഹം ആന, ഇതെല്ലാം കൂടെ ഒതുങ്ങാൻ തുടങ്ങും. എല്ലാം ഒതുങ്ങും. എന്നാൽ മക്കളെ വിട്ട ഒറ്റ അണ്ണൻ രാത്രിയായാലും തിരിച്ചു വരും. ഈ മൃഗങ്ങളെല്ലാം വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പൊ സൂര്യൻ അസ്തമിക്കുന്ന സമയമായപ്പോൾ ഈ ബഹുല പശു തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് ഒരു പുലിനെ കണ്ടു. അതാണെങ്കിൽ ഭക്ഷണം രാവിലെ തൊട്ട് ഒന്നും തിന്നാൻ കിട്ടാതെ വിശന്നിരിക്കുക. അപ്പോ ഈ പുലി പശുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഉടനെ പശു പറഞ്ഞു, എന്റെ കിടാവിന് ഞാൻ രാവിലെ തൊട്ട് പാല് കൊടുത്തില്ല, എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ ചെന്നിട്ട് എന്റെ കിടാവിന് പാല് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്ന് നിനക്ക് ഇരയായി പോകാം. അപ്പൊ പുലി ചോദിച്ചു, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ പശു പറഞ്ഞു, ഞാൻ മലയാളിയല്ല, എന്നെ നിനക്ക് വിശ്വസിക്കാം. ശരിയെന്ന് പോവാൻ വിട്ടു. ആ പശുവിടെ പേരെന്താ? പോത്തോ? ബഹുല. അത് വീട്ടിൽ ചെന്നു. ഇതൊക്കെ ദേവഗണങ്ങളാണ്. ഉടനെ ആ ക്വസ്റ്റ്യൻ ചോദിക്കരുത്, പശു എങ്ങനെ സംസാരിക്കും, ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതൊക്കെ ദേവന്മാരാണ്. ഒരു ലീലയ്ക്കായി അങ്ങനെ വന്നതാ. ആ പശു ചെന്ന് കിടാവിന് പാല് കൊടുത്തിട്ട് കൃത്യം അതുപോലെ തിരിച്ചു പുലിയുടെ മുമ്പേ വന്നു. അതിന്റെ സത്യസന്ധത ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ പശു അടുത്ത ജന്മത്തിൽ രാജകുമാരിമാരിൽ ഒന്നായി. ഭഗവാൻ വിവാഹം കഴിച്ച 16,108 ഒന്നായിരുന്നു ആ ബഹുല എന്ന് പറയുന്ന പശു. ഈ ഓരോ പത്നിമാർക്കും ഓരോ കഥയുണ്ട്. യോഗിവര്യന്മാരും തപസ്വികളും പല തരത്തിലുള്ള ധർമ്മം ആചരിച്ചവരാണ്. അവരെല്ലാം കൃഷ്ണനായി വന്നപ്പോൾ അവർക്ക് അഭയം കൊടുത്ത് ഭഗവാൻ അത്ര പേരെയും സ്വീകരിച്ചു. അങ്ങനെയാണ് 16,108 പത്നിമാർ. ആ 8 പത്നിമാരാണ് വളരെ പ്രധാനം. രുക്മിണി, പിന്നെ സത്യഭാമ, ജാംബവതി, പിന്നെ കാളിന്തി, മിത്രവിന്ദ, ലക്ഷ്മണ, ഭദ്ര, ഒന്നും കൂടെ ഉണ്ടല്ലോ. രുക്മിണി, സത്യഭാമ, ജാംബവതി, മിത്രവിന്ദ, കാളിന്തി, ഭദ്ര, ലക്ഷ്മണ, നഗ്നജിത്ത്. 8 പത്നിമാരുണ്ട്. ഭഗവാൻ ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് ചെന്ന് വിവാഹം കഴിച്ചതാണ്. അപ്പൊ നാരദ മഹർഷി ഒരു ദിവസം ദ്വാരകയിൽ പോയി 16,108 പത്നിമാർ. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ കൊട്ടാരമുണ്ട്. ആദ്യം രുക്മിണിയുടെ കൊട്ടാരത്തിൽ നാരദ മഹർഷി ചെന്നു. വിനയം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വിനയം രുക്മിണി ദേവിക്ക്. കാണുന്നവരുടെ ഹൃദയം അലിഞ്ഞു പോകുന്ന എളിമത്വം. ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമാണ് ഏത്? എളിമ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപാടുണ്ട്. ഏത്? ശ്രുതി മാതാജി ഉണ്ടോ? ഇല്ലേ? എല്ലാവർക്കും ഒരുപാടുണ്ട്. ഉണ്ടോ എളിമ? വലിയ പാടാണ്. ചൊരണ്ടി തേച്ചൊക്കെ നോക്കിയാൽ അല്പം അരഗ്രാമൊക്കെ കിട്ടും. ഭാഗവതത്തിൽ പറയുന്നു, ബൈബിളിൽ ഇതിനെക്കുറിച്ച് എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നു. ബൈബിളിൽ ഒരു വരിയുണ്ട്, ഹംബിൾ ആൻഡ് മീക്ക് ക്യാൻ സീക്ക് ദ ഗോഡ്. വിനയമുള്ളവൻ, വിനയമുള്ള അന്വേഷകന് മാത്രമേ ആരെ കണ്ടെത്താൻ സാധിക്കുള്ളൂ? ഭഗവാനെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഭഗവാൻ ഒരു ഭക്തനിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമാണ് വിനയം എന്ന് പറയുക. അതായത് വൈഷ്ണവര് തമ്മിൽ ഒരു ഓട്ടപ്പന്തയം നടന്നാൽ നന്നായിട്ട് ഓടണം, കഴിവ് മുഴുവനും തെളിയിക്കണം, പക്ഷെ ലൈനിൽ ലാസ്റ്റ് വരണം. അതെങ്ങനെ? നന്നായിട്ട് ഓടണം, പക്ഷെ എവിടെ വരണം? ആദ്യം വരാൻ പാടില്ല, അവസാനം വരണം. അതാണ് ഒരു വൈഷ്ണവൻ, കൃഷ്ണഭക്തൻ എന്ന് പറയുന്നത്. വേണ്ട സേവനങ്ങളെല്ലാം നിറഞ്ഞ മനസ്സോട് ചെയ്യണം. ചെയ്തിട്ട് ഞാൻ ചെയ്തു എന്ന് അവകാശപ്പെടാൻ പാടില്ല. അത്ര ഒരു വിനയം രുക്മിണി ദേവിയുടെ. അതായത് മറ്റു പത്നിമാരെല്ലാം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് എന്താ പറയാ, ഇവരെല്ലാം രാജകീയമായ രാജകുമാരിമാരും രാജ്ഞിമാരായതുകൊണ്ട് നിറയെ ആഭരണം, ഭൂഷണം, സ്വർണം, നവരത്നം ഇതെല്ലാം ആയിരിക്കും ശരീരത്തിൽ.
പക്ഷെ രുക്മിണി മാത്രം ഒരു വളയേ ഇട്ടിട്ടുള്ളൂ. മറ്റു രാജ്ഞിമാരെല്ലാം കൈ നിറയെ വളകൾ ഇട്ടിരിക്കുന്നു. രുക്മിണി മാത്രം ഒരേ ഒരു വളയേ ഉള്ളൂ. അപ്പൊ നാരദ മഹർഷി ചോദിച്ചപ്പോ, ഭഗവാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഞാൻ പാദസേവ ചെയ്യുന്നു. അപ്പൊ പാദസേവ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വളകൾ ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ കൂട്ടിമുട്ടി ശബ്ദമുണ്ടായി ആർക്ക് തടസ്സമുണ്ടാകും? ഭഗവാന്റെ ഉറക്കത്തിൽ. അതായത് ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ചെന്ന് ഉണർത്തുന്നതും ഒരു പാവമാണ് എന്നും പറഞ്ഞ് 8-10 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരുന്ന ഉണർത്താതിരിക്കാൻ പറ്റില്ല. അപ്പൊ വെള്ളം കോരി ഒഴിക്കണം. സാധാരണഗതിയിൽ സാമാന്യ ഒരു മനുഷ്യന് 6 മുതൽ 7 മണിക്കൂർ ഒരു ഡീസന്റ് ആവശ്യമായ ഉറക്കം. അങ്ങനെ ഉറങ്ങുന്ന ഒരാളെ തടസ്സപ്പെടുത്തുന്നതും ശല്യമാണ്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ഒരു മാതൃകാ പുരുഷൻ സൂര്യോദയത്തിന് 2 മണിക്കൂർ മുമ്പേ എണീക്കും ദിവസം. സൂര്യോദയം എത്ര മണിക്കാണ്? തൃശ്ശൂരിന്റെ സൂര്യോദയം എത്ര മണിക്കാണ്? 6:15. കേരള സൂര്യൻ മടിയൻ സൂര്യനാണ്. അതേ നമ്മൾ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മായാപ്പൂർ, വൃന്ദാവൻ, ബദ്രികാശ്രമത്തിലൊക്കെ, മായാപ്പൂരിലൊക്കെ പോയാൽ 5:15 എന്ത് സൂര്യോദയം. ബദ്രികാശ്രമം ഹിമാലയത്തിൽ ബദ്രിനാഥിൽ പോയാൽ 4:45 സൂര്യൻ ഉദിക്കും. സൂര്യൻ അസ്തമിക്കുന്നത് രാത്രി 8 മണിക്കാണ്. 4:45 പകലാകും, രാവിലെ ആകും. രാത്രി 8 ദിവസങ്ങൾ കൂടുതലാണ്. യോഗിവര്യന്മാരും സാത്വികരായ വ്യക്തികൾ താമസിക്കുന്ന സ്ഥലത്ത് ദിവസങ്ങൾ കൂടുതലാണ്. തമോ ഗുണജീവികൾ താമസിക്കുന്ന സ്ഥലത്ത് ഇരുട്ട്, അന്ധകാരം കൂടുതലായി. നിങ്ങൾ യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ പോയാൽ ചില രാജ്യങ്ങളിൽ രാവിലെ 11 മണിക്ക് സൂര്യൻ ഉദിച്ച് 3 മണിക്ക് സൂര്യൻ അസ്തമിക്കും. വെറും 4 മണിക്കൂർ സൂര്യോദയമുള്ള യൂറോപ്പ് രാജ്യങ്ങളുണ്ട്. അത് കേട്ടപാട് നമ്മുടെ ആൾക്കാർ അവിടെ പോയാൽ മതിയായി. 4 മണിക്കൂറേ സൂര്യോദയമുള്ളൂ, സൂര്യനുള്ളൂ. പക്ഷേ ഹിമാലയത്തിലൊക്കെ രാവിലെ 4:45, 4:30 സൂര്യോദയം. രാത്രി 8 മണി വരെ നല്ല പ്രകാശമായി. പിന്നെ അപ്പൊ ഇന്ത്യയിൽ സൂര്യന് മടിയനായ സൂര്യനാണ് എവിടത്തത്? കേരളത്തിൽ. രാവിലെ 6:15 തൊട്ട് വൈകുന്നേരം 6-6:30 വരെ ഉള്ളത്. ശ്രീകൃഷ്ണ ഭഗവാൻ സൂര്യോദയത്തിന് 2 മണിക്കൂർ മുമ്പേ എണീക്കും. അപ്പൊ ഭഗവാൻ എത്ര മണിക്ക് എണീക്കും? ശരി, 6 മണിക്ക് സൂര്യോദയം വെച്ചോളൂ. അപ്പൊ ഭഗവാൻ എത്ര മണിക്ക് എണീക്കും? 4 മണിക്ക് എണീക്കും. അപ്പൊ ലക്ഷ്മി ദേവി എത്ര മണിക്ക് എണീക്കും? കാരണം ഭഗവാനെ ഉണർത്തുന്നതാരാ? ലക്ഷ്മി ദേവി അല്ലേ? ഇതെല്ലാരും കേട്ടിട്ടുണ്ടോ? കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസാർത്തൂല കർത്തവ്യം ദൈവമാഗ്നികം മാതാ സമസ്ത ജഗതാ മധുകൈടഭാരേ വക്ഷോ വിഹാരിണി മനോഹര ദിവ്യമൂർത്തേ ശ്രീ സ്വാമിനി ശ്രുത ജനപ്രിയദാദശീലേ ശ്രീ വെങ്കടേശ ദൈതേ തവ സുപ്രഭാതം. നല്ല രസകരമായ ഒരു കീർത്തനം. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ലക്ഷ്മി ദേവി പറയാ, ഭഗവാനെ ശ്രീനിവാസ, വാതലിൽ സൂര്യനും യമനും വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങ് ഉണർന്ന് അനുവാദം കൊടുത്താലേ അവരവരുടെ ജോലിക്ക് പോവുള്ളൂ. ആരാ 2 പേര് വന്ന് നിൽക്കുന്നത്? ആരൊക്കെയാ വന്ന് നിൽക്കുന്നത്? സൂര്യനും യമനും. അപ്പൊ ഭഗവാൻ എണീറ്റ് അനുവാദം കൊടുത്താലേ ആര് പോവുള്ളൂ? സൂര്യൻ ചെന്ന് ജോലിക്ക് പോവുള്ളൂ. സൂര്യന്റെ ജോലി എന്താ? രാവിലെ ഉദയമാകണം അല്ലേ? അങ്ങനെ ലക്ഷ്മി ദേവി പറയാ, ഭഗവാനെ പെട്ടെന്ന് എണീക്കൂ. ഗരുഡൻ ഇതാ ചിറകും വിരിച്ച് കാത്തു നിൽപ്പുണ്ട്. ഭഗവാനെ പെട്ടെന്ന് എണീക്കൂ. ഋഷികൾ അങ്ങയെ പരമാത്മാവായി ധ്യാനിക്കുകയാണ്. അങ്ങ് ഉണർന്നാലല്ലേ അവർക്ക് ധ്യാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് എണീക്കൂ. ഇങ്ങനെ ശ്ലോകങ്ങൾ ചൊല്ലി ചൊല്ലി ഭഗവാനെ ഉണർത്തുന്നതാണ് ഏത് സുപ്രഭാതം. ഇത് പലരും കേട്ടിട്ടില്ലേ? എല്ലാരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഭഗവാനെ ഉണർത്തുന്ന സ്തുതിയായ സുപ്രഭാതം ഇപ്പൊ എന്തായി? നമ്മുടെ അലാം ക്ലോക്കിന്റെ ബെല്ലാണ്. പലരുടെ അലാം ക്ലോക്കിന്റെ ബെല്ലാണ്.
6 മണിക്ക് പാടും കൗസല്യാദം തലയ്ക്ക് ഒരട്ടി വീണ്ടും കിടന്നു ഉറങ്ങും. ആ ഒരു അവസ്ഥയിലായി സുപ്രഭാതം. അപ്പൊ ഭഗവാൻ സൂര്യോദയത്തിന് മുമ്പേ 2 മണിക്കൂർ മുമ്പേ എണീക്കും. അതിനേയും മുമ്പേ ലക്ഷ്മി ദേവി എണീറ്റ് എല്ലാം ശരിയാക്കി വെക്കും. അപ്പൊ ലക്ഷ്മി ദേവിയെ കാണാൻ നാരദ മഹർഷി ചെന്നപ്പോ അത്രയ്ക്കും വിനയമായിരുന്നു ലക്ഷ്മി ദേവി. അപ്പോഴും അത്ര എളിമ, വിനയം, എന്താ പറയാ, ലക്ഷ്മി ദേവിക്ക് ആരോടും അസൂയയില്ല, ആരോടും മത്സരമില്ല, ഒന്നുമില്ല. ഒരേ ഒരു കാര്യം ലക്ഷ്മി ദേവിക്ക് തോന്നി, ഭഗവാനെ എന്നെക്കാളും അങ്ങയ്ക്ക് സ്നേഹം കൂടുതൽ തുളസിയെടുത്ത പാദസേവനം, സദാസമയം പാദസേവനം ചെയ്യുന്നതാരാ? ഹരേ കൃഷ്ണ ഗിരിചേട്ടാ ഇരിക്കൂ. സദാസമയം പാദസേവനം ചെയ്യുന്നതാരാ? ലക്ഷ്മി. പക്ഷേ ഭഗവാൻ ഓരോ കാര്യത്തിന് പോകുമ്പോ ലക്ഷ്മി ദേവിക്ക് കാലം പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ ചില സമയം ലക്ഷ്മി ദേവി പാദം വിടേണ്ടി വരും. പക്ഷെ പാദത്തിനെ ഒരിക്കലും വിടാതെ പാദത്തിൽ തന്നെ ഇരിക്കുന്നതാരാ? തുളസി. അപ്പൊ ലക്ഷ്മി തുളസി എടുത്ത് പ്രാർത്ഥിച്ചു, തുളസി നീ അനുഗ്രഹിച്ചാൽ മാത്രമേ എനിക്ക് നിന്നെപ്പോലെ സദാസമയവും ഈ പാദത്തിനെ സേവനം ചെയ്യാൻ പറ്റുള്ളൂ. ആ പാദത്തിൽ ഒരു ചെറിയ ധൂളി അംശമായി എനിക്കിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തുളസി പറയാ, ഞാനിവിടെ വെറുതെ സ്ഥിതി ചെയ്യുന്നു. ഭഗവാൻ അങ്ങനെ ഒരു കാരുണ്യം എനിക്ക് തന്നു പാദത്തിൽ സ്ഥിതി ചെയ്യാൻ. പക്ഷേ സേവനം അങ്ങ് ചെയ്യുന്നത് പോലെ ഞാനൊരു സേവനവും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കണം എന്ന് തുളസി പറഞ്ഞു. ഉടനെ ലക്ഷ്മി ദേവി തുളസി എടുത്ത് പറഞ്ഞു, നമ്മളെല്ലാം എന്ത് സേവനം ചെയ്താലും നീ അതിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. തുളസി പറഞ്ഞു, ഞാൻ ഒപ്പുവെക്കുമെങ്കിലും നിങ്ങളെപ്പോലെ സേവനം ചെയ്യാൻ ഒരു ശുദ്ധ മനസ്സ് എനിക്ക് വേണമേ എന്നിവർ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സത്യസന്ധമായി സ്തുതിക്കുന്നു. നമ്മളും ചില ഭക്തരെ സ്തുതിക്കും, പക്ഷെ അത് സത്യസന്ധമായിട്ടായിരിക്കില്ല. ഒരു അലങ്കാരത്തിന് വേണ്ടി. ഈ പരിപാടി വളരെ ഗംഭീരമായിരുന്നു. ഇതിനു വേണ്ടി 3 ദിവസം അഹോരാത്രം പ്രാർത്ഥിച്ചത് ശ്രുതി മാതാജിയാണ്. മനസ്സിൽ അലങ്കാരത്തിന് വാക്കുകളിൽ നമ്മൾ സ്തുതിക്കും, ഹൃദയം കൊണ്ടായിരിക്കില്ല. ശരിയാണോ തെറ്റാണോ? ഒരു അനക്കമില്ലല്ലോ അല്ലേ? പക്ഷെ ലക്ഷ്മി ദേവിയും തുളസിയും ഹൃദയം കൊണ്ട്, അതായത് രഘുനാഥദാസ ഗോസ്വാമി എന്നൊരു മഹാ ആചാര്യനുണ്ട്. അദ്ദേഹം ഒരു ദിവസം 1000 വൈഷ്ണവരെ പ്രണമിക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു സാധനയാണ്. എത്ര പേരുടെ മുമ്പേ തലകുനിയും? 1000 വൈഷ്ണവ. ഭക്തി വരുന്നോ ഇല്ലേ കുഴപ്പമില്ല, വെയിറ്റ് കുറയും തീർച്ചയായിട്ടും. 1000 പേരുടെ മുമ്പേ തല കുനിഞ്ഞാല് രഘുനാഥദാസ ഗോസ്വാമി 1000 വൈഷ്ണവരെ അദ്ദേഹം ദിവസവും വന്ദിക്കുമായിരുന്നു. രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം. 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 രഘുപതി
ശ്രീരാം ജയ രാം ജയ ജയ രാം 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 സീതാറാം ലക്ഷ്മൺ ഹനുമാൻ കീ സൗണ്ട് പോരാ सीताराम लक्ष्मण हनुमान की ലക്ഷ്മണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലക്ഷ്മണ ഈ വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടോ? പേരെല്ലാരും കേട്ടിട്ടുണ്ടോ? ലക്ഷ്മണ. രാമ എന്നാൽ എന്താ അർത്ഥം? എല്ലാവർക്കും സന്തോഷം, ആനന്ദം പ്രദായനം. രമയന്തി രമിപ്പിക്കുക. ശരി. ലക്ഷ്മണ. ആ പേരിൽ തന്നെയുണ്ട്. എന്താ ഉള്ളത്? ലക്ഷണമൊത്തതാണ്. കുറച്ചടുത്തെത്തി. ഒന്നും കൂടെ ആലോചിക്കും. ഇനിയൊരു പേരുണ്ട് അതിനകത്ത്. ലക്ഷ്മണക്കകത്ത് ഇനിയൊരു പേരുണ്ട്. ഇപ്പൊ നമ്മൾ എത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്? ഇത്ര നേരം അരമണിക്കൂർ സംസാരിച്ച കാര്യമാണ്. ലക്ഷണമൊക്കെ ലക്ഷ്മി. ലക്ഷ്മിയുടെ പാത പിൻഗമിക്കുന്ന തുടരുന്ന ഒരാള് ലക്ഷ്മണ. ലക്ഷ്മി എന്ത് ചെയ്യും? സദാസമയം ശ്രീരാമപാദ സേവം ചെയ്യും. അതേപോലെ ലക്ഷ്മണ രാമനുള്ള സ്ഥലത്ത് ലക്ഷ്മണൻ കാണും. അതുകൊണ്ടാണ് 14 വർഷം ശ്രീരാമചന്ദ്രമൂർത്തി വനത്തിൽ പോയപ്പോൾ ലക്ഷ്മണൻ കൂടെ പോകുമ്പോ സുമിത്ര പറഞ്ഞു, ലക്ഷ്മണ അമ്മ പറഞ്ഞു, അയോധ്യ അടവിം വിദ്ധി മാം വിദ്ധി ജനകാത്മജ രാമം ദശരഥം വിദ്ധി. ഏ ലക്ഷ്മണ പ്രിയപുത്ര, ദശരഥ ചക്രവർത്തിക്കും രാമചന്ദ്രമൂർത്തിക്കും ഒരു വ്യത്യാസവും ഇല്ല. നീ നിന്റെ പിതാവിനെ കാണുന്നത് പോലെ ആരെ കാണണം? രാമനെ കാണണം. പിന്നെ അയോധ്യ അടവിം വിദ്ധി, വനത്തിനും അയോധ്യയ്ക്കും വ്യത്യാസമില്ല. എവിടെ ശ്രീരാമനുണ്ടോ ആ സ്ഥലം എന്താണ്? അയോധ്യയാണ്. മാം വിദ്ധി ജനകാത്മജ, എനിക്കും ജാനകിക്കും ഒരു വ്യത്യാസമില്ല. സീതയെ ജാനകിയെ നീ കാണുമ്പോൾ ആരെ ഓർക്കണം? അമ്മയായിട്ട് കാണണം. അപ്പോ പാദം സേവനം ലക്ഷ്മണൻ. രാമായണം പറയുന്നു, ശ്രീരാമചന്ദ്രമൂർത്തി നിൽക്കുമ്പോൾ കുടയായിട്ടും ഇരിക്കുമ്പോൾ ആസനമായിട്ടും നടക്കുമ്പോൾ ചെരുപ്പായിട്ടും എല്ലാമായി മാറുന്ന ഒരു വ്യക്തിയാണ് ആര്? ലക്ഷ്മണൻ. സദാസമയം സേവനം ചെയ്തു. ഇപ്പൊ ഇതിലൊരു നല്ല ഒരു കഥ, ബാലി സുഗ്രീവന്മാരുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇവരെ തമ്മിൽ ശ്രീരാമചന്ദ്രമൂർത്തിയും ബാലിയും തമ്മിൽ ഒരു ഡീലാണ്. ഡീൽ എന്ന് പറയും മലയാളത്തില്? ഡീൽ. മലയാളികളില്ലേ? ഉടമ്പടി. ഉടമ്പടി. ഒരു ഡീൽ. എന്തായി? ബാലിയെ തോൽപ്പിച്ച് സുഗ്രീവനെ ചക്രവർത്തിയാക്കി കൊടുക്കണം ശ്രീരാമചന്ദ്രമൂർത്തി. അങ്ങനെയാണെങ്കിൽ സുഗ്രീവൻ മാതാവിനെ കണ്ടുപിടിച്ച് ഇതിൽ സഹായിക്കാം. ഇവരെ തമ്മിൽ ഒരു ഡീൽ. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു സുഗ്രീവന്റെ അടുത്ത് ചെന്ന് വെല്ലുവിളിക്കാൻ. ആരെ? ബാലിയെ ചെന്ന് വെല്ലുവിളിക്ക്. യുദ്ധം വേണ്ട നമുക്ക്. കാരണം യുദ്ധം ചെയ്താൽ കുറെ തെറ്റ് ചെയ്യാത്ത എത്രയോ പേര് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടും. സാധാരണ യുദ്ധം നടക്കുമ്പോ അങ്ങനെയല്ലേ? ഒരു ബന്ധമില്ലാത്തവരെല്ലാം ചാവും. വീട്ടിൽ നിന്ന് അതിർത്തിയിൽ പാവം ശമ്പളത്തിന് വേണ്ടി അവിടെ ജോലിക്ക് നിൽക്കും പട്ടാളക്കാരൻ, അവൻ ചത്ത് ശവമായി തിരിച്ചു വരും.
ആരോ രാജാക്കന്മാര് ചെയ്യുന്ന തെറ്റ്, നേതാക്കന്മാര് ചെയ്യുന്ന തെറ്റ് ശിക്ഷ അനുഭവിക്കുന്നതാരായിരിക്കും? ആ യോദ്ധാവായിരിക്കും. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ഒരു യുദ്ധം വേണ്ട, നമുക്ക് യുദ്ധം ഒഴിവാക്കാം. നീ ദ്വന്ദ്വ യുദ്ധത്തിൽ ചെന്ന് ബാലിയെ വിളിക്കണം, ഉറക്ക വിളിക്കണം. ദ്വന്ദ്വ യുദ്ധത്തിൽ ഞാൻ ബാലിയെ തോൽപ്പിച്ച് നിന്നെ രാജാവാക്കി തരാം. കേട്ടപ്പോഴേ സുഗ്രീവൻ കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാ? ബാലിയുടെ കൂടെ ജയിക്കാൻ പറ്റൂല. ഇന്ന് വരെ ബാലിയുടെ കൂടെ യുദ്ധത്തിൽ ജയിച്ചത് ആരും തന്നെയില്ല. ഒരു ദിവസം രാവണൻ അങ്ങോട്ട് കയറി വന്ന് ബാലിയെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞത്. ബാലിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? രാവിലെ ബദ്രികാശ്രമത്തിൽ പൂജ ചെയ്യും. അവിടെ നിന്ന് ഒരു ചാട്ടം, ഉച്ചയ്ക്ക് ദ്വാരകയിൽ പൂജ, ശാലഗ്രാമ പൂജ. അവിടെ നിന്ന് അടുത്ത ചാട്ടം വൈകുന്നേരം രാമേശ്വരത്തില് പൂജ. വീണ്ടും അടുത്ത ദിവസം രാവിലെ ഒരു ചാട്ടം. എവിടെയാണ്? ബദ്രികാശ്രമത്തിൽ. ഇപ്പോഴും ബദ്രികാശ്രമത്തിൽ പോയാല് രാവിലെ 5:45 നടക്കുന്ന പൂജയെ ബാലി പൂജ എന്നാണ് പറഞ്ഞു ബലി പൂജ എന്നായി. അവരങ്ങനെയാ പറയാ. രാവിലെ 5:45 ഇപ്പൊ ബലിയാരത്തി എന്ന് പറയും. ബലിയല്ല അത് ബാലിയാണ്. അതേപോലെ ഉച്ചയ്ക്ക് ദ്വാരകയിൽ ആരാ പൂജിക്കുന്നത്? വൈകുന്നേരം രാമേശ്വരത്ത്. രാവണൻ ഒരു ദിവസം തോൽപ്പിക്കാൻ വന്നു. അപ്പൊ രാവണൻ അറിയാം, നേരെ ഫ്രണ്ടിൽ മുഖാമുഖം നിന്ന് കഴിഞ്ഞാൽ എന്റെ ശക്തിയുടെ പകുതി ആർക്ക് പോകും? തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാലിന്റെ ബാക്കിൽ ഒളിച്ചിരുന്നു രാവണൻ. വാലിക്ക് മനസ്സിലായി വാലിന്റെ പുറകെ ഒരാളുണ്ടെന്ന്. എന്ത് ചെയ്തു? വാലിൽ ഒരു കെട്ടം കെട്ടിയെടുത്തു. അങ്ങോട്ട് ബദ്രീനാഥിൽ ചാട്ടം, അവിടെ നിന്ന് ദ്വാരകയിൽ ചാട്ടം, ദ്വാരകയിൽ നിന്ന് രാമേശ്വരത്തിൽ ചാട്ടം, അടുത്ത ദിവസം ബദ്രീനാഥിൽ ചാട്ടം. ഈ വാലാണെങ്കിൽ ടേബിൾ ടെന്നീസ് പോലെ ഉള്ള പർവ്വതങ്ങളെല്ലാം തട്ടി 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 ബാലി. രാവണൻ അവിടെ ഇരുന്ന് അയ്യോ അയ്യോ നിലവിൽ. ബാലി എവിടെ കേൾക്കാൻ? അവസാനം രാവണൻ പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചു, നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ കിഷ്കിന്ധയിൽ വരുന്നില്ല, നീ ലങ്കയിലും വരണ്ട. രണ്ടുപേരും അങ്ങനെ പിരിഞ്ഞു. അത്ര ശക്തിയാണ് ആർക്ക്? അത് കേട്ടപാട് സുഗ്രീവന് ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ബാലിയുടെ കൂടെ യുദ്ധം ചെയ്ത് ജയിച്ചവരാരുമില്ല. ഞാൻ ചെന്ന് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറും ചട്ടിണിയാവും. അത് മനസ്സിലായി സുഗ്രീവൻ. പോയില്ല. രാമചന്ദ്രമൂർത്തി പറഞ്ഞു, വിഷമിക്കേണ്ട ബാലി, നീ ചെല്ലും, ഞാൻ സഹായിക്കാം. ശരി. സുഗ്രീവൻ ചെന്നു. ബാലിയുടെ ഗുഹയ്ക്ക് മുമ്പേ ചെന്നിരുന്ന് വെല്ലുവിളിച്ചു, ബാലി, നീ ഒരു ഭീരുവാണ്. അന്ന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എന്തോ സഹായിച്ചതുകൊണ്ട് നീ എന്നെ തോൽപ്പിച്ചു. എന്റെ രാജ്യം അപകരിച്ചു, എന്റെ പത്നിയെ അപകരിച്ചു. നീ ശരിക്കുമുള്ള ഒരു യോദ്ധാവാണെങ്കിൽ പുറത്തു വാ ദ്വന്ദ്വയുദ്ധത്തിന്. ഇതൊക്കെ പറയുമെങ്കിലും അകത്തൊരു പേടിയുണ്ട്. ആർക്ക്? സുഗ്രീവൻ. ബാലി വിചാരിച്ച് ഇവന് വല്ല ഭ്രാന്താണ്, എന്നെ കണ്ട് പേടിച്ച് എവിടെയോ ഒളിച്ചിരിക്കാൻ. ഇന്ന് എന്ത് പറ്റി? ബാലി ഗുഹയിലിരുന്ന് ഒരു ചാട്ടം നേരെ സുഗ്രീവന്റെ മുമ്പേ വന്ന് ലാൻഡായി. സുഗ്രീവന്റെ ഹൃദയം വായുകൂടെ പുറത്തു വന്ന് അകത്ത് വരും. പേടിച്ചു. അടി. പർവ്വതങ്ങളോട് പർവ്വതങ്ങൾ ഏറ്റുമുറ്റുന്നു. കരങ്ങളോട് കരം, ഭുജത്തോട് ഭുജം, അടിയോടടി. ഒരടിയും നഷ്ടപ്പെട്ടില്ല. എല്ലാ സുഗ്രീവൻ ഏറ്റുവാങ്ങി. ഒന്നുപോലും വേസ്റ്റ് ആയില്ല. ചോര ഒലിച്ചിട്ട് രാമനെ കാണാനില്ല. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, രാമ എവിടെ? രാമനെ കാണാനില്ല. സുഗ്രീവൻ ജീവനും കൊണ്ട് ഓടി ചെന്നിട്ട് പറഞ്ഞു, പ്രഭോ, ഇത് മഹാചതിയായി പോയി. ഈ ശരീരത്തിൽ ഒരു ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ. സഹായിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കിയല്ലോ. അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഉള്ളതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോ നമ്മൾ വൃന്ദാവൻ എത്ര പേര് പോയിട്ടുണ്ട്? എല്ലാവരും കുറെ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ട്. ഇതിൽ രമേശൻ കുരങ്ങേതാ, സുരേഷൻ കുരങ്ങേതാ, ശാന്ത ചേച്ചി ഏതാ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? നമുക്ക് കണ്ട എല്ലാ കുരങ്ങും ഒരുപോലെ ഇരിക്കും, ഇല്ലേ? അല്ലെങ്കിൽ വളരെ അടുപ്പമുള്ളവർക്ക് മാത്രം ചിലപ്പം ആ മൃഗങ്ങളെ തിരിച്ചറിയും. ഇപ്പൊ 100 ചെമ്മരിയാട് കൊണ്ട് നമ്മൾ നടുക്ക് വിട്ടിട്ട് ആ രമേശൻ ചെമ്മരിയാട് പിടിച്ചോണ്ട് പോകാൻ നമുക്ക് വല്ല തിരിച്ചറിയാമോ? നമുക്ക് നോക്കിയാൽ എല്ലാം ഒരുപോലെ ഇരിക്കും. അതുപോലെയാണ് മൃഗങ്ങൾക്ക്.
അവർക്ക് നമ്മളെ കാണുമ്പോൾ ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കും. നമുക്കെങ്ങനെ മൃഗങ്ങളെ കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നു, അതുപോലെ അവർക്കും നമ്മളെ കാണുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല നിങ്ങൾ രണ്ടുപേരെ, വാലി സുഗ്രീവന്മാരെ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നാളെ നീ കഴുത്തിൽ ഒരു പുഷ്പഹാരം ഇട്ടിട്ട് ചെന്ന് ഒരിക്കൽ കൂടെ സുഗ്രീവനെ വെല്ലുവിളിക്കാൻ. വാലി പറഞ്ഞു, ഞാൻ പോകില്ല. ഇന്ന് ബാക്കി ജീവൻ ഉണ്ടായിരുന്നു, നാളെയും കൂടെ ഞാൻ പോയാ അതും കൂടെ ഞാൻ കാണില്ല, ജീവൻ ഉണ്ടാകില്ല. ശ്രീരാമചന്ദ്രമൂർത്തി പോവാൻ. അപ്പോ സുഗ്രീവൻ ചോദിച്ചു, എന്നതാ പറ്റിയ? ശ്രീരാമൻ പറഞ്ഞു, നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് തിരിച്ചറിഞ്ഞില്ല, കാണാൻ ഒരുപോലെ ഉണ്ടായിരുന്നു. ഇത് പറഞ്ഞപ്പോ ആചാര്യന്മാര് രാമായണ പുസ്തകം അങ്ങ് അടച്ചു വെച്ചു. ഞങ്ങൾ സമ്മതിക്കില്ല. ഭഗവാന് നമ്മളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ തിരിച്ചറിയാം? ഞാൻ ദിവസം ഹരേ കൃഷ്ണ എന്നൊക്കെ ജപിച്ച് എന്റെ മരണസമയത്ത് കൃഷ്ണൻ ഇതാ വരും എന്ന് പറയുമ്പോൾ ഭഗവാൻ അവിടെ ഇരുന്ന് അയ്യോ സോറി കേട്ടോ എന്നെ തിരിച്ചറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗതി എന്താ? അതോടെ കൂടെ പുസ്തകം അടച്ചു വെക്കും. ആചാര്യന്മാർ പറഞ്ഞു, ഈ ഒരു ലോജിക്ക്, ഈ ഒരു അഭിപ്രായം ഞങ്ങൾ സമ്മതിക്കില്ല. ജീവാത്മാവിനെ ദൈവം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ തിരിച്ചറിയേണ്ടത്? അപ്പൊ സുഗ്രീവൻ ആരാണെന്ന് രാമൻ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അത് സമ്മതിക്കാൻ പറ്റിയതാണോ പറ്റാത്തതാണോ? ആചാര്യന്മാർ പറഞ്ഞു സമ്മതിക്കില്ല. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ആദ്യം രാമലക്ഷ്മണന്മാർ സുഗ്രീവനെ കാണാൻ വന്നു. അപ്പൊ സുഗ്രീവൻ സന്തോഷത്തോടുകൂടെ ചാടി എണീറ്റ് രാമനെ സ്വീകരിച്ചു. രാമനെ സിംഹാസനത്തിൽ ഇരുത്തി, പാദം കഴുകി, കുടിക്കാൻ വെള്ളം കൊടുത്തു, മധുരപലഹാരങ്ങളും പഴങ്ങളെല്ലാം കൊടുത്തു. ശ്രീരാമചന്ദ്രമൂർത്തിയെ സ്വീകരിച്ചു, സൽക്കരിച്ചു, മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു. ലക്ഷ്മണനെ സ്വീകരിച്ചു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ വൈഷ്ണവരെയും സേവിക്കണം. 99 വൈഷ്ണവരുടെ കൂടെ നമുക്ക് നല്ല ഒരു റിലേഷനാണ്. ഒരാളെടുത്ത് അടി, അത് മതി, തിരിച്ച് ഭഗവാൻ ആബ്സെന്റ് ആക്കിയിടും. നമ്മുടെ ലിസ്റ്റ് പേര് വെട്ടിക്കളഞ്ഞു. ശ്രീരാമനെ സുഗ്രീവൻ വേണ്ടവണ്ണം സൽക്കരിച്ചു, സ്വീകരിച്ചു. ആരെ ഒഴിവാക്കി? മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല. രാമനെ കണ്ട സന്തോഷത്തിൽ സുഗ്രീവൻ ആരെ മറന്നു? ലക്ഷ്മണനെ മറന്നു. ലക്ഷ്മണൻ പോലും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞില്ല. പക്ഷെ ആര് നോട്ട് ചെയ്തു? ശ്രീരാമചന്ദ്രമൂർത്തി നോട്ട് ചെയ്തു. മഹാഭക്തനായ ലക്ഷ്മണൻ, ആദിശേഷൻ, അനന്തൻ, ഗുരുക്കന്മാരുടെ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ നീ സ്വീകരിച്ചില്ല, 2 അടി കിട്ടട്ടെ നോട്ടു. ആരുടെ കയ്യിൽ നിന്ന്? അയ്യോ, നമ്മുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിക്കണേ. ഭഗവാൻ 2 അടി കൊള്ളട്ടെ സുഗ്രീവൻ എന്ന് വിചാരിച്ചു, ലക്ഷ്മണനെ അവഗണിച്ചത് കൊണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, സുഗ്രീവ ഒരിക്കൽ കൂടെ നീ പോ, ലക്ഷ്മണ ആ ഹാരം എടുത്ത് സുഗ്രീവന്റെ കഴുത്തിലിടുന്നു പറഞ്ഞു. അപ്പൊ ആര് മാല കൊണ്ടുവന്നിട്ടു? ഇപ്പൊ ലക്ഷ്മണന്റെ അനുഗ്രഹം കിട്ടി. ഇനി ചെന്നാൽ ഭാര്യയെ ജയിക്കാൻ പറ്റും. മനസ്സിലായോ? ഭഗവാന്റെ കൃപ കിട്ടണമെങ്കിൽ ആരുടെ കൃപ കിട്ടണം? കൂടമുള്ള ഭക്തജനങ്ങളുടെ കൃപ കിട്ടണം. ഇത് നഷ്ടപ്പെട്ടാൽ എന്ന് കിട്ടില്ല. ഭഗവാൻ വിചാരിക്കുമ്പോൾ 2 ബാലിയുടെ കയ്യിൽ നിന്ന് 2 അടി വായിക്കട്ടെ. സീതാറാം ലക്ഷ്മണ ഹനുമാൻ കീ. ഇത് വളരെ പ്രധാനമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ Krishna Krishna Hare Hare
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna Hare Rama, Rama Rama, Hare Sita Lakshmana Hanuman ki ലക്ഷ്മണ എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്മണ എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്മി ദേവിയെ പിന്തുടരുക, അത്രയും സേവനം ചെയ്യുക. ലക്ഷ്മണന് പ്രത്യേക അംഗീകാരമോ ഒന്നും തന്നെ അവിടെ ഇല്ല. ശ്രീരാമചന്ദ്രമൂർത്തിയെ സേവിക്കുക, ആ സേവനം ചെയ്തിട്ട് അതിലൊരു ഫലം പ്രതീക്ഷിക്കാതെ ഇരിക്കുക. നമ്മളൊക്കെ സേവനം ചെയ്താലും എൻ്റെ പേരെടുത്ത് പറയും, എനിക്ക് സർട്ടിഫിക്കറ്റ് തരും, എന്നെ വിളിച്ച അഭിനന്ദനങ്ങൾ, അതൊന്നും അത് ചെയ്തു കഴിഞ്ഞാൽ അത് കച്ചവടമായി മാറിപ്പോകും. സേവനം ചെയ്താൽ അതിൽ നിന്നൊരു ഫലം പ്രതീക്ഷിക്കാൻ പാടില്ല. 14 വർഷം ശ്രീരാമചന്ദ്രമൂർത്തി വനത്തിൽ പോകണം എന്നൊരു നിശ്ചയമായപ്പോൾ ലക്ഷ്മണൻ ശപഥമെടുത്തു, ഈ 14 കൊല്ലം ഞാൻ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല, കണ്ണടക്കില്ല എന്നൊരു ശപഥമെടുത്തു. രാവിലെ എത്ര പേര് ഭക്ഷണം കഴിച്ചു? എല്ലാവരും കഴിച്ചു. എന്തായിരുന്നു രാവിലെ? നിങ്ങളുടെ വീട്ടിലെന്താ? ഇഡലിയോ ദോശയോ? മത്തായി എത്ര ദോശ കഴിച്ചു? 2 കഴിച്ചുള്ളൂ. 14 വർഷം ലക്ഷ്മണൻ വെള്ളം പോലും കുടിക്കില്ല എന്ന് ശപഥമെടുത്തു. ശപഥമെടുത്തിട്ട് അത് ആരെയും അറിയിച്ചിട്ടുമില്ല. അതാണ് ശരിക്കുമുള്ള ത്യാഗം. നമ്മൾ അങ്ങനെയില്ല. ഒരു ചെറിയ സേവനം ചെയ്താൽ ലോകം മൊത്തം വിളിച്ചു പറയും. ഇനി അഥവാ ആരും കേട്ടില്ലെങ്കിലും ഉണർത്തിയെങ്കിലും പറയും, ഞാൻ ചെയ്തതാണ്, ഇത് എന്റെ രാവിലത്തെ ഇഡലിയാണ്, ഇത് ഞങ്ങൾ ചെയ്തതാണ്, അത് ചെയ്തതാണ്. ലക്ഷ്മണൻ ആരെയും അറിയിച്ചിട്ടില്ല. ഒരുപാട് വർഷങ്ങൾ, 14 വർഷത്തിൽ കുറേ വർഷം കഴിഞ്ഞാണ് ഈ ഒരു ന്യൂസ് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ചെവിയിൽ എത്തുന്നത്. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി 14 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു അയോധ്യയിൽ ചെന്ന് പട്ടാഭിഷേകവും നടന്നതിന് ശേഷം ശ്രീരാമചന്ദ്രമൂർത്തി ഓരോരുത്തരുടെ പേരും വിളിച്ച് അവരെല്ലാം പ്രകീർത്തിക്കുകയാണ്. ആദ്യം പറഞ്ഞു, ജനക മഹാരാജാവ് ദശരഥന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും സംരക്ഷണങ്ങളും തന്നു. ജനകനില്ലായിരുന്നെങ്കിൽ ഈ രാമൻ ഉണ്ടാവില്ല എന്ന് ജനകനെ സ്തുതിച്ചു. ഹനുമാനെ സ്തുതിച്ചു. ഹനുമാനെ സ്തുതിച്ചപ്പോൾ ഒരു പ്രത്യേക വാക്ക് പറഞ്ഞു, എനിക്കും ഹനുമാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. അവിടെ ഉടനെ നിരീശ്വരവാദികളും മായാവാദികളും ബ്രഹ്മവാദികളും പറഞ്ഞു, കണ്ടില്ലേ, ദൈവവും ഹനുമാൻ ഈശ്വരനും ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല അവിടെ വിശദീകരണം. എന്താണ് വിശദീകരണം? ഹനുമാനിന്റെ ഹൃദയത്തിലിരുന്ന് ശ്രീരാമചന്ദ്രമൂർത്തിയെ പിരിക്കാൻ സാധിക്കില്ല എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിലാണ് പ്രഭു പറഞ്ഞത് ഞാനും ഹനുമാനും ഒന്നാണ്. ആ ഒരു പെയിന്റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹനുമാൻ തന്റെ മാറ് പിളർന്ന് കാണിക്കുകയും അകത്താരുണ്ട്, സീതാറാം അവരുണ്ട്. അങ്ങനെ അതാണ് വ്യത്യാസം. അങ്ങനെ ഓരോരുത്തരെയും സ്തുതിച്ചതിന്റെ കൂട്ടത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ലക്ഷ്മണനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല.
1000 നാവുണ്ടെങ്കിലും ലക്ഷ്മണന്റെ സ്തുതി പറഞ്ഞാൽ തീരത്തില്ല. ലക്ഷ്മണൻ ഈ 14 വർഷം വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോ വാനരന്മാർക്കൊക്കെ അത് വഴിയില്ല, അങ്ങനെ ആവാൻ വഴിയില്ല. എന്ത്, നമ്മുടെ കൂടെയല്ലേ ഇരുന്നത്, നമ്മുടെ കൂടെയല്ലേ പ്ലേറ്റിൽ ഭക്ഷണം വെച്ചോണ്ടിരുന്നത്, ക്യൂവിൽ നിന്നത്, അതല്ലേ ഞങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി വനദേവതയെ വിളിച്ചു. വനദേവത വന്ന് സാക്ഷ്യം പറഞ്ഞു, അതേ പ്രഭു, ലക്ഷ്മണൻ 14 വർഷം ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാ? ഭക്ഷണം കിട്ടിയിട്ടുണ്ടല്ലോ, കയ്യിൽ ഭക്ഷണം വാങ്ങിച്ചല്ലോ. എല്ലാരും വരിയെ ഇരുന്നപ്പോ ലക്ഷ്മണനും ചെന്ന് വരിയെ നിന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാ. കൃഷ്ണഭക്തർക്ക് ഉണ്ടാകേണ്ട ഒരു ഗുണം, മറ്റുള്ളവരിൽ ഉള്ളതിനേക്കാളും ഞാൻ വ്യത്യസ്തമായിരിക്കണം, അവരെക്കാളും ഞാൻ ഒരു പടി ഉയർന്ന് നിൽക്കണം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എൻ്റെ പേരെടുത്ത് പറയണം, ഞാൻ മറ്റുള്ളവരെ പോലെ ആകരുത്. ഇങ്ങനത്തെ ചിന്താഗതി ആർക്ക് പാടില്ല? വൈഷ്ണവ. പക്ഷെ സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. എല്ലാരും ഹരേ കൃഷ്ണ എന്ന് പാടുമ്പോ മെയിൻ വേറെ ഒരാൾ മാത്രം ഒരു 2 എക്സ്ട്രാ, കാരണം എല്ലാരും എന്നെ ശ്രദ്ധിക്കട്ടെ, ഞാൻ വലിയ പാട്ടുകാരനാണെന്നോ ലോകം അറിയട്ടെ, ഞാൻ 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 എന്ന ഭാവം ഉണ്ടോ ഇല്ല? എനിക്കറിയാം ഈ വേദിയിൽ ആർക്കും അങ്ങനെ ഒരു ഭാവമില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ലക്ഷ്മണൻ എന്ത് ചെയ്തു? എല്ലാവരും വരിയിൽ നിൽക്കുമ്പോൾ ലക്ഷ്മണനും ചെന്ന് വരിയിൽ നിൽക്കും. എല്ലാവരും ഭക്ഷണം എടുക്കുമ്പോൾ ലക്ഷ്മണനും ഭക്ഷണം എടുക്കും. അവരെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് പോലെ തോന്നും. പക്ഷെ ലക്ഷ്മണൻ ചെന്ന് ഈ മരത്തിന്റെ ഇതിനകത്ത്, അതിന്റെ ഹോളോ, മരത്തിൽ ഒരു ഇതുണ്ടാവില്ല, എന്താ പറയാ മലയാളത്തിൽ, ഹോളോ, പൊത്ത്, അതിനകത്ത് കൊണ്ടുപോയി ഇതെല്ലാം ഇട്ടേ. ആരും ശ്രദ്ധിക്കാത്ത സമയത്തില് അവിടെ കൊണ്ടുപോയിട്ടേ. അപ്പൊ വനദേവത സാക്ഷ്യം പറഞ്ഞു, അതേ പ്രഭു, 14 കൊല്ലം ലക്ഷ്മണൻ ഭക്ഷണം കഴിച്ചില്ല, ഈ മരം പൊത്തിൽ കൊണ്ടുപോയി ഇട്ടു, 6 ദിവസം മാത്രം ഇട്ടില്ല. അപ്പൊ വാനരന്മാർ പറഞ്ഞു, 6 ദിവസം കഴിച്ചില്ലേ? അപ്പൊ 6 ദിവസം കഴിച്ചു. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, ഇല്ല, 6 ദിവസം ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല. എന്താണ്? ഒന്ന് ദശരഥൻ മരിച്ച അവസാനത്തെ അന്ത്യേഷ്ടിക്രിയ ചെയ്യുന്ന ദിവസം, ഇങ്ങനെ 6 ദിവസം ലിസ്റ്റ് പറഞ്ഞു. ഈ 6 ദിവസവും ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. അപ്പോഴാണ് വാനരന്മാർ അത്ഭുതത്തോട് നിൽക്കുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിട്ടും എല്ലാം ചെയ്തിട്ടും നമ്മൾ അദ്ദേഹം ചെയ്ത ത്യാഗം നമ്മൾ അറിഞ്ഞില്ലല്ലോ. അതാണ് യഥാർത്ഥ സേവന മനോഭാവം. വേണ്ട സേവനങ്ങൾ ചെയ്യുക, ഞാൻ ചെയ്തു എന്ന് അവകാശപ്പെടാതെ ഇരിക്കുക. ഇത് പറഞ്ഞപ്പോ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കണ്ണുകളിൽ വെള്ളം വരാൻ തുടങ്ങി. ഉടനെ ലക്ഷ്മണനെയും ഊർമിളയെയും വിളിച്ചു. ലക്ഷ്മണ, ഊർമിള, നിങ്ങൾക്ക് വേണ്ട സൽക്കാരം ഞാൻ ഇന്നുവരെ എന്റെ ജീവിതത്തിൽ തന്നിട്ടില്ല. 2 പേരും വന്ന് സിംഹാസനത്തിൽ ഇരിക്കൂ, ലോകം അറിയട്ടെ. അപ്പൊ ഊർമിള പറഞ്ഞു, പ്രഭു, ഞാൻ ഒരു പൊതുവേദിയിൽ വരില്ല, എല്ലാവരുടെ മുമ്പേയും വന്ന് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യില്ല. എനിക്ക് രഹസ്യമായി ആരുമേ ശ്രദ്ധിക്കാതെ അതേ സമയം 24 മണിക്കൂറും അങ്ങയെ സേവിക്കാനുള്ള ഒരു ഭാഗ്യം തന്നാൽ മതി എന്ന് പറഞ്ഞു. ഊർമിളയെടുത്ത് ചോദിച്ചു ശ്രീരാമചന്ദ്രമൂർത്തി, അത് എന്ത് സേവനമാണ് നിനക്ക് വേണ്ടത്? അങ്ങനത്തെ ഒരു സേവനം. ഊർമിള പറഞ്ഞു, എനിക്ക് ധൂപമാകാനുള്ള ഒരു അവസരം തരണം. എന്താവാൻ? ധൂപം. ആരതിയിൽ ആദ്യം ധൂപം കാണിക്കൂലേ? ഈ ധൂപത്തിനെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? പുകയായി അങ്ങനെ അവിടെ കാണാതായിപ്പോ. അങ്ങനത്തെ ഒരു സൗഭാഗ്യം തരണം എന്ന് ആവശ്യപ്പെട്ടു. ആരാവശ്യപ്പെട്ടു? ഊർമിള ആവശ്യപ്പെട്ടു. സീതാറാം ലക്ഷ്മണ ഹനുമാൻ കീ. ഇനി ഒരു 5-10 മിനിറ്റ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരുന്നതാണ്.